Hi guys, once again welcome back to Nihal Perspective. നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? കുറച്ച് ദിവസങ്ങളിലായിട്ട് ചില പ്രശ്ന ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. സൗണ്ടൊക്കെ പോയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് എനിക്കൊന്ന് 2 weeks ഒക്കെ ആയി നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഒരു പുതിയ അല്ലെങ്കിൽ കേരളത്തിലെ 15ാമത്തെ ഒരു ജില്ല വരാൻ വേണ്ടി പോവുകയാണ് എന്ന ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് യാഥാർത്ഥ്യമാണോ? ശരിക്കും നമുക്കൊരു പുതിയ ജില്ല നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു പുതിയ ജില്ല രൂപീകരിക്കുക എന്ന് പറയുന്ന അത്ര സിമ്പിൾ കാര്യമാണോ? നമ്മളതാണ് വേഗം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ശരിക്കും ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിൻ്റെ ഒരു പുതിയ ജില്ല വരികയാണ്. ഏതാണ് ജില്ല? ആ ജില്ല ഇതാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ ഡിവൈഡ് ചെയ്തിട്ട് തിരുവനന്തപുരത്തെ വിഭജിച്ച് ഒരു പുതിയ നെയ്യാറ്റിൻകര എന്ന പേരിൽ ഒരു പുതിയ ജില്ല നിലവിൽ വരാൻ വേണ്ടി പോവുകയാണ് എന്നതാണ് പുതിയ ഡിസ്കഷൻ. അല്ലെങ്കിൽ അതുമായിട്ടാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം അല്ലേ? ശരിക്കും എന്താണ് അങ്ങനത്തെ ഒരു പുതിയ ആവശ്യം ഉന്നയിക്കാൻ കാരണം? അല്ലെങ്കിൽ ശരിക്കും ഒരു പുതിയ ജില്ല വരുമോ അല്ലെങ്കിൽ വരണോ അല്ലേ? വരണമെന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത് അല്ലേ? ശരിക്കും പ്രധാനമായി ഇതാണ് തിരുവനന്തപുരം ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട മാപ്പ്. ഇപ്പോൾ ഇതിനെ ഈ കാട്ടാക്കടയും അതുപോലെ തന്നെ നമ്മുടെ നെയ്യാറ്റിൻകര, ഈ 2 മേഖലയും ഒന്നിപ്പിച്ചുകൊണ്ടാണ് ഒരു പുതിയ നെയ്യാറ്റിൻകര എന്ന പേരിൽ ഒരു പുതിയ ജില്ല കൊണ്ടുവരണമെന്നാണ് ഇതിൻ്റെ ആവശ്യം ഉന്നയിച്ച് രൂപീകരിച്ച കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന കാര്യം. പ്രധാനമായും ഈ ഏരിയയിലൊക്കെ ഒരുപാട് ബാക്ക്വേർഡ് പിന്നോക്കം നിൽക്കുന്ന വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അത്തരത്തിലുള്ള ആളുകളുടെ മുന്നോക്കാവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ ഒരു സെപ്പറേറ്റ് ജില്ലയായിട്ട് ഇതിനെ പ്രഖ്യാപിക്കണം. ആ ജില്ലയ്ക്ക് വേണ്ട എല്ലാ പരിഗണനകളും നൽകിയാൽ മാത്രമേ ഈ ഒരു വിഭാഗംപ്പെട്ട ആളുകൾക്ക് വീണ്ടും ഒരു മുന്നോട്ടിലേക്ക് അല്ലെങ്കിൽ ആ വിഭാഗം ആളുകളുടെ ഒരു ഉന്നമനത്തിന് സഹായിക്കും അല്ലെങ്കിൽ സഹായകരമാവും എന്നൊക്കെയാണ് നിലവിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ. ശരിക്കും ഇതിൽ നമ്മുടെ ഒരു തിരുവനന്തപുരം ജില്ലയെ നമ്മളൊന്ന് ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 16,79,754 നിലവിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ കയറിയാൽ നമുക്ക് കിട്ടുന്ന അവിടുത്തെ ജനസംഖ്യ ഏകദേശം 16 ലക്ഷത്തോളം ആളുകളാണ്. 16,79,000 അതുപോലെ തന്നെ അതിൽ 8,13,300 ചില്ലാനും 8,13,000 ചില്ലാനും ആരാണ്? മെൻസാണ്. അതുപോലെ തന്നെ 8,66,000 വരുന്ന ആരാണ്? സ്ത്രീകളാണ് അല്ലേ? അങ്ങനെ ഏകദേശം 14 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, 2 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ഒരു ജില്ല അവിടെ വരികയാണെങ്കിൽ ഈ പറയപ്പെടുന്ന എല്ലാ കാര്യവും വിഭജിക്കപ്പെടും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോക്സഭാ മണ്ഡലങ്ങൾ ചിലപ്പം 14 എന്ന് ചിലപ്പോൾ ഒരു 8ഉം ഒരു 7ഉം എന്ന രീതിയിലൊക്കെ, അല്ലെങ്കിൽ 8ഉം 7ഉം വരുമല്ലോ, ഒരു 6ഉം അല്ലെങ്കിൽ 7ഉം എന്ന രീതിയിലൊക്കെ വിഭജിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ലോക്സഭാ മണ്ഡലം നിർബന്ധമായി എന്താവും? 2ആയി വിഭജിക്കാനുള്ള സാധ്യത വരുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ശരിക്കും ഈ ഒരു പുതിയ ജില്ലയായി വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? തിരുവനന്തപുരത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിപ്പോഴും ഇത് വരുമെന്നുള്ളതിന് വലിയ പ്രതീക്ഷകളൊന്നും നിലവിലില്ല. കാരണം ഇത്രയും അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രക്ഷോഭമായിട്ട് ആ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വന്നൊരു തിരുവനന്തപുരം ജില്ല വേണം അല്ലെങ്കിൽ നെയ്യാറ്റിൻകര ജില്ല വേണമെന്നൊരു വലിയൊരു മൂവ്മെൻറ്റ് ഇതുവരെ നമ്മൾ ഡിസ്കഷനിൽ എവിടെയും കണ്ടിട്ടില്ല. ആ ഒരു സമിതി ഏകദേശം 50,000-ഓളം ആളുകൾ ഒപ്പിട്ട ഒരു നിവേദനം നമ്മുടെ സർക്കാർ മുഖ്യമന്ത്രിയുടെ മുന്നിൽ കൊടുക്കുമ്പോൾ അവിടുന്ന് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് അവിടുന്ന് ലഭിച്ചത് എന്ന ഒരു വിഷയമാണ് ശരിക്കും ഇത്തരത്തിലൊരു ചർച്ച, ഈ ഒരു ഡിസ്കഷൻ നടക്കാനുണ്ടായ സാഹചര്യം. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ അവസാനമായി ഒരു ജില്ല രൂപീകരിക്കപ്പെട്ടത് കാസർഗോഡാണ്. അത് 1984 മെയ് 24 കാസർഗോഡ് എന്ന് പറയപ്പെടുന്ന ജില്ല. അതിനുശേഷം പിന്നീട് ഇതുവരെ ഒരു പുതിയ ജില്ലയൊന്നും കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടില്ല. പല ആളുകൾ ഒരു ജില്ല രൂപീകരിക്കണം എന്ന ആവശ്യം പല സ്ഥലത്ത്, എസ്പെഷ്യലി മലപ്പുറം പോലത്തെ, ഇടുക്കി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ജില്ലാ വിഭജനം നടത്തണം. മലപ്പുറം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് ഈ പറയപ്പെടുന്ന മലപ്പുറം അല്ലേ? മലപ്പുറം നോക്കുകയാണെങ്കിൽ ഒരുപാട് ഏകദേശം 41 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് മലപ്പുറം. അവിടുത്തെ ഡെൻസിറ്റി ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും ഏകദേശം 1158 ഡെൻസിറ്റി വരുന്ന അത്രയും ആളുകൾ തിങ്ങി പാർക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മലപ്പുറം ശരിക്കും നമ്മൾ എന്നോ വിഭജിക്കേണ്ട രാജ്യം അല്ലെങ്കിൽ രാജ്യമല്ല, ജില്ലയാണ്. കാരണം അത്രത്തോളം ആളുകൾ അവിടെ തിങ്ങി പാർക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ഈ ഒരു വിഭജനം എന്ന് പറയുന്നത്, ഒരു പുതിയ ജില്ല രൂപീകരിക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായ കാര്യമാണോ? ശരിക്കും നമ്മൾ ഇന്ന് അതാണ് ശരിക്കും ഞാൻ നിങ്ങളോട് അല്ലെങ്കിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ തോന്നിയ കാര്യം. നമ്മുടെ ഒരു പുതിയ ജില്ല രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് പ്രൊസീജിയർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പുതിയ ജില്ല രൂപീകരിക്കാൻ വേണം. എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു പുതിയ ജില്ല രൂപീകരിക്കാൻ വേണ്ട പ്രൊസീജിയർ? ശരിക്കും ആദ്യമായി ഒരു പ്രപ്പോസൽ നിർബന്ധമായി വെച്ചാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായിരിക്കാം, ലോക്കൽ ബോഡിൻ്റെ ഭാഗത്തുനിന്നായിരിക്കാം, അല്ലെങ്കിൽ ജനങ്ങളുടേതായിരിക്കാം. ഒരു പ്രപ്പോസൽ ആദ്യം വരണം. ആ പ്രപ്പോസൽ നമ്മൾ എന്ത് ചെയ്യും? അത് കൺസൾട്ടേഷൻ ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡി, കൃത്യമായിട്ട് ഈ ഒരു ജില്ല അല്ലെങ്കിൽ ഒരു പുതിയ ഡിസ്ട്രിക്ട് ഇത് രൂപീകരിക്കാൻ പറ്റുമോ, ഇത് ഫീസിബിൾ ആണോ, അല്ലെങ്കിൽ ഇത്ര ജനങ്ങളെ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ മുനിസിപ്പാലിറ്റി എല്ലാ കാര്യങ്ങളും ഇത് ഓക്കെ ആയിരിക്കുമോ എന്ന കാര്യം, അതിൻ്റെ ഫീസിബിലിറ്റിയെ പറ്റി നല്ലൊരു ഡിസ്കഷൻ നടക്കും. പിന്നെ കൃത്യമായി പബ്ലിക് കൺസൾട്ടേഷൻ, ജനങ്ങളോട് ചോദിച്ചു, കാരണം ജനങ്ങളുടെ
ഒരു ആവശ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ജനങ്ങളുടെ കൺസൾട്ട് ചെയ്യും, അവരുടെ മെജോറിറ്റി അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ആരായും, എന്നിട്ടായിരിക്കും പിന്നെ ഒരു ഡിസിഷൻ എടുക്കുക. പിന്നെ അപ്രൂവൽ ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അല്ലേ. നമ്മൾ ഈ പറഞ്ഞ ഈ പ്രപ്പോസൽസ് അല്ലെങ്കിൽ ഒരു പബ്ലിക് കൺസൾട്ടേഷൻ്റെ ആയ ഒരു നിവേദനം നമ്മളെ ഗവൺമെന്റ് സംവിധാനത്തിൽ എത്തിച്ചു, ഗവൺമെന്റ് മുഖ്യമന്ത്രി അതിനൊരു അനുകൂലമായ കാര്യം പറഞ്ഞു എന്നൊരു കാര്യത്തിലാണ് ഇപ്പോൾ ഡിസ്കഷൻ നടക്കുന്നത് അല്ലേ. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അപ്രൂവൽ ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവൽ കിട്ടിയിരിക്കണം. അതായത് നിയമസഭയിൽ അതെന്ത് ചെയ്യണം, അംഗീകരിക്കണം. നിയമസഭയിൽ അംഗീകരിച്ചാൽ പിന്നെ എന്ത് ചെയ്യും, മന്ത്രിസഭയിൽ അംഗീകരിക്കണം. മന്ത്രിസഭയിൽ അംഗീകരിച്ചാൽ പിന്നെ നിയമസഭയിൽ ലെജിസ്ലേറ്റീവ് പ്രോസസ്സാണ്, നിയമസഭയിൽ വലിയ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വരും. ആ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓക്കെ ആവുകയാണെങ്കിൽ അപ്രൂവൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അതിന് അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കും. നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുക ഇംപ്ലിമെന്റേഷൻ ഈസ് വെരി കുറച്ച് ടാസ്ക്. കാരണം ഈ പറയപ്പെടുന്ന നമ്മുടെ പഞ്ചായത്തുകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റികളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ രണ്ടാക്കപ്പെടുക അല്ലെ. ഒരു പുതിയ ജില്ല വരിക എന്ന് പറഞ്ഞാൽ അവിടെ ജില്ലാ ആസ്ഥാനം വേണം, ജില്ലാ ഭരണകൂടത്തിന് കേന്ദ്രം വേണം, പുതിയ സംവിധാനങ്ങൾ വേണം, സ്കൂളുകൾ, എല്ലാ കാര്യങ്ങളും ഡിവിഷൻ വരും. ഒക്കെ ഈ ജില്ലയുടെ അണ്ടറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത് കുറച്ച് ഒരു ടാസ്ക് ഉള്ള പരിപാടിയാണ്. അതുപോലെ എന്ത് ചെയ്യണം, പിന്നെ കോർഡിനേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ജില്ലയുടെ രൂപീകരണത്തിന്റെ പിന്നിലുണ്ട്. റെഡി. അപ്പോൾ ശരിക്കും ഇത് ഒരു കൃത്യമായ ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ശരിയായ കാര്യമാണെങ്കിൽ ഒരു പുതിയ ജില്ല വരുന്നതിന് അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ. ആളുകൾക്ക് പുതിയ കാര്യങ്ങൾ വരുന്നത് നല്ലതാണ്. അത് എപ്പോഴും ഒരു വെൽഫെയർ സ്റ്റേറ്റ്, ജനങ്ങളുടെ ക്ഷേമത്തിനാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ആ രീതിയിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു പുതിയ ജില്ല വരികയാണെങ്കിൽ കേരളത്തിൽ ഒരു 15ാമത്തെ ജില്ല കൂടി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ വരട്ടെ. അതുപോലെ തന്നെ ശരിക്കും ഒരു കൺസിഡർ ചെയ്യപ്പെടേണ്ട, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെയ്യപ്പെടേണ്ട ഒരു ജില്ലയാണ് നമ്മുടെ മലപ്പുറം. ഞാനത് വീണ്ടും ഉൾപ്പെടുത്താൻ വേണ്ടി കാരണം അത്രത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുകയും പല രീതിയിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം സീറ്റ് വിഭജനത്തിന്റെ കാര്യമൊക്കെ വലിയ ഡിസ്കഷനായി. കാരണം ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്, പക്ഷെ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ അവിടെ കുറവാണ് അല്ലേ. അപ്പോൾ മലപ്പുറം ശരിക്കും ഒരു ഡിവൈഡ് ചെയ്യപ്പെടേണ്ട, വിഭജിക്കേണ്ട ജില്ലയിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. റെഡി. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു പുതിയ കേരളത്തിൽ ഒരു 15ാമതായിട്ട് ജില്ല വരുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായും, എസ്പെഷ്യലി നെയ്യാറ്റിൻകരക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. റെഡി. ഇപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.